പത്രം മാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജലജ ജാനകിയോട് പറയുകയാണ്, ഏട്ടത്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണക്കാരി നീയും നിൻ്റെ മരുമകളും ആണെന്ന് നയന വരുത്തി തീർക്കുമെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ജാനകിക്ക് ഭയങ്കര പേടിയാവുകയാണ്. അപ്പോൾ ജാനകിയും ജലജയും കൂടിയിട്ട് ഒരു പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആദർശ് നയനയും റൂമിൽ ഒരുമിച്ച് കിടക്കുകയാണ്, അത് നമുക്ക് ദേവേനോട് പറയാമെന്ന്. അങ്ങനെ ദേവേനടുത്ത് വന്നിട്ട് രണ്ടുപേരും പറയുകയാണ്, ഏട്ടത്തി ഇവിടെ ആയതുകൊണ്ട് ആദർശിനും നയനയ്ക്കും ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സ്വാതന്ത്ര്യമാണ്. അവരിപ്പോൾ രണ്ടുപേരും ഒരു റൂമിലാണ് കിടക്കുന്നത്. ഏട്ടത്തി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ അവരോട് ഒരു റൂമിൽ കിടക്കരുതെന്ന്. അത് കേട്ടതും ദേവേനിക്ക് കലിവരാണ്. ദേവേന് ഫോൺ എടുത്തിട്ട് ആദർശിനെ വിളിക്കുകയാണ്. ആദർശ് കോൾ എടുത്ത പക്ഷേ എന്താ അമ്മ ചോദിക്കുമ്പോൾ, നിന്നോട് ഞാൻ 10 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ നീ മലയ്ക്ക് പോകണമെന്ന് അറിഞ്ഞുകൊള്ള, നീ എന്തിനാണ് അവളുമായിട്ട് റൂമിൽ കഴിയണമെന്ന്. അമ്മ ഞാനും ബെഡിൻ്റെ മുകളിലാണ്, നയനെ പാവരിച്ചിട്ട് നിലത്താണ് കിടക്കണമെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഫോൺ അവളുടെ കയ്യിൽ കൊടുക്കുമെന്ന് പറയാണ്. അങ്ങനെ ഫോണ് മേടിച്ച നയനയ്ക്ക് നല്ല ഡോസ് കൊടുക്കുകയാണ് ദേവേനി. നിൻ്റെ മനസ്സിൽ എന്താണ്, മലയ്ക്ക് പോകണവനാന്ന് അറിഞ്ഞുകൂടെ, എന്നിട്ടാണോ നീ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ കേട്ടോ. അപ്പം അതൊക്കെ കേട്ടും മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ നയന.